നമസ്തേ. സുഭാഷിണി മിസ്ത്രി. അധികമാരും അത്രയൊന്നും കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു പേരാണ്. ഇങ്ങനെ വാഴ്ത്തുപാട്ടുകളില്ലാതെ വൻകാര്യങ്ങൾ സാധ്യമാക്കിയ കുറെ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു കുട്ടി പുസ്തകമാണ് അനിത പ്രതാപിന്റെ അൺസങ്. ചവാങ് നോർഫൽ, ഹസ്നത്ത് മൻസൂർ, കെ.എം. ചിന്നപ്പ, ജോർജ് പുലിക്കുത്തിയിൽ, ലക്ഷ്മൺ സിംഗ്, രാമസ്വാമി ഇളങ്കോ, തുളസി മുണ്ട, വിജയനാഥ് ഷേണായി എന്നിങ്ങനെ കുറെ സമാന്തര ജീവിതങ്ങളുടെ കഥനമാണിത്. അനിത ആമുഖത്തിൽ കുറിച്ചതുപോലെ തങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി സ്വയം സമർപ്പിച്ച ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യജീവികൾക്കുള്ള ആദരോപഹാരമാണ് ഈ പുസ്തകം. സാമ്പത്തിക ശേഷിക്ക് ബദലായി അവർക്കുള്ളത് ചില ആന്തരശേഷികളാണ്: ദർശനം, ഇച്ഛാശക്തി, സമർപ്പണം, ഊർജം മുതലായവ. കാരശ്ശേരി മാഷ് പരിഭാഷയുടെ തുടക്കത്തിൽ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് മനുഷ്യനിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കുന്ന പുസ്തകമെന്നാണ്. ഇക്കാലത്ത് ഈ വീണ്ടെടുപ്പ് പോലെ ധന്യത തരുന്ന മറ്റെന്തുണ്ട് എന്നുമാണ്. ഇവയിലൊന്നു മാത്രമാണ് സുഭാഷിണി മിസ്ത്രി എന്ന വിധവ കെട്ടിയെടുത്ത ഹോസ്പിറ്റലിന്റെ കഥ. യഥാവിധി ചികിത്സ ലഭിക്കാതെ ഭർത്താവിനെ നഷ്ടപ്പെട്ട തന്റെ ദുർവിധി ഇനി ആർക്കും ഉണ്ടാവരുതെന്ന നിശ്ചയദാർഢ്യത്തോടെ 4 ചെറിയ മക്കളുമായി അവർ ജീവിതം തുടരുന്നു. അടുത്തുള്ള 5 വീടുകളിൽ വീട്ടുജോലിക്ക് പോയി തുടങ്ങി. മാസം 100 രൂപ കിട്ടിത്തുടങ്ങുന്നു. മൂത്ത മകനെ അനാഥാലയത്തിൽ ചേർത്ത് പഠിപ്പിച്ചു. ധാബ ഗ്രാമത്തിൽ വഴിയോരത്ത് വളർന്ന പച്ചക്കറികൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് വിറ്റ് പണം സമ്പാദിച്ചു. മാസവരുമാനം 500 രൂപയായി. തപാലാഫീസിൽ അക്കൗണ്ട് തുറന്നു. നീണ്ട 20 കൊല്ലക്കാലം വളരെ പിശുക്ക് ജീവിച്ചു. 1992 ഭർത്താവിന്റെ ഗ്രാമത്തിൽ 10,000 രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി വാങ്ങി. നാട്ടുകാരുടെ ചില്ലിക്കാശുകളും ചേർന്ന് ഒരു താൽക്കാലിക ഷെഡ് ഉയർത്തി. ഡോക്ടർമാരോട് സൗജന്യ സഹായം അഭ്യർത്ഥിച്ചത് ഉച്ചഭാഷിണിയിലൂടെയാണ്. ചില ആളുകളൊക്കെ മണിക്കൂറുകളുടെ സേവനം സൗജന്യമായി നൽകി. അങ്ങനെ ഹ്യൂമാനിറ്റീസ് ഹോസ്പിറ്റൽ തുടക്കം കുറിച്ചു. ആദ്യ ദിനം തന്നെ 252 രോഗികൾക്ക് ചികിത്സ നൽകി. മൂത്ത മകൻ പഠിച്ച് ഡോക്ടറായി മടങ്ങിയെത്തുന്നു. മകൻ ആശുപത്രിയുടെ സാന്നിധ്യമേൽക്കുകയും അത് വളർച്ചയുടെ പാതയിലെത്തുകയും ചെയ്തപ്പോ സുഭാഷിണി വീണ്ടും പാലത്തിനു മുകളിലെ പച്ചക്കറി വിൽപ്പനയിലേക്ക് മൂത്ത മക്കളോടൊപ്പം മടങ്ങിപ്പോയി. ആ പഴയ കുടിലിൽ തന്നെ താമസിക്കുന്നു. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായി. സഖാവേ, ഇതൊരു സിനിമ കഥയല്ല കേട്ടോ, നേർജീവിതമാണ്. അനിത പറയുന്നു, സമ്പാദിച്ചതെല്ലാം തനിക്കായി സ്വരൂപിച്ചിരുന്നുവെങ്കിൽ അവർ ഇതിലും മെച്ചപ്പെട്ട വീട്ടിൽ താമസിച്ചേനെ. സുഭാഷിണിയുടെ വാക്കുകളിൽ ധാരാളം സാരി, വള തുടങ്ങിയ സാധനങ്ങളുടെ ഉപയോഗം എന്താണ്? മരിക്കുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ചികിത്സ കിട്ടി ദീനം ഭേദമായ ആളുകളുടെ മുഖത്തെ സന്തോഷം എനിക്ക് അത്രമാത്രം ആനന്ദം തന്നിട്ടുണ്ട്. ആ കാഴ്ച എന്റെ ജീവിതത്തിന് അർത്ഥം തന്നു. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ പേര് ഓർക്കുമായിരിക്കും. 2018 പത്മശ്രീ അവാർഡ് നൽകി രാജ്യം ഈ വനിതയെ ആദരിച്ചു. ഇക്കാലം അത്രയും ഒരു വാഴ്ത്തുപാട്ടിന്റെയും അകമ്പടിയില്ലാതെ നന്മകൾ നട്ടുവളർത്തിയ ഈ അമ്മയെ. ഇങ്ങനെ എത്രയെത്ര പേരാണ് സഖാവേ
നാമൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഇത്തിരിപ്പോർന്ന ജീവകാരുണ്യ പദ്ധതി പരസ്യങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യരുടെ ജീവിതകാലം അത്രയും സഹജീവികൾക്കായുള്ള കരുതൽ തിങ്ങിയതാണ്. അല്ലാതെ ഒരു പ്രളയത്തിലും ക്ഷാമത്തിലും ഭൂകമ്പത്തിലും മാത്രം ഉദ്ധരിക്കുന്ന നമ്മുടെ കാരുണ്യാതിരേകത്തിനൊരു വെല്ലുവിളി തന്നെയാണിവർ. ദർശനവും ഇച്ഛാശക്തിയും സമർപ്പണവും അപാരമായ ഒരു ആന്തരിക ബലവും കൊണ്ട് പരമകാരുണ്യത്തിന്റെ അമ്മയായി തീർന്ന നസറേത്തിലെ സാധാരണക്കാരായ പെൺകുട്ടി അറിയാതെ മനസ്സിൽ നിറയുന്നു. ആദരവോടെ സക്കീർ.